പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ രാഗി ഇപ്പോൾ ഇവിടെ ഉള്ളത് രാമപാദം പതിഞ്ഞ മണ്ണിലാണ്. പ്രേക്ഷകർക്കായി നമ്മുടെ അജിത്തേട്ടൻ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് അല്ലേ? അതെ, തീർച്ചയായും. രാഗി ജടായുവിനെ കാണാൻ എത്തിയപ്പോൾ, അല്ലെങ്കിൽ തന്റെ സീത എവിടെ പോയി ജടായു എന്ന് ചോദിക്കുന്ന വേളയിൽ അദ്ദേഹം ഇവിടെ എത്തുകയും ആദ്യം അദ്ദേഹത്തിന്റെ കാല് പതിഞ്ഞ മണ്ണ്, ആ ഇടം, ആ പാറയാണ് അല്ലേ? അതെ, ഇന്നും അതുപോലെ സംരക്ഷിച്ചു പോരുകയാണ് എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാം അല്ലെ? ഇവിടെ എത്തുന്ന ഭക്തർ അവിടെ കാണിക്കയൊക്കെ അർപ്പിച്ചിട്ടുണ്ട് അല്ലെ ശ്രുതി? വിളക്ക് കൊളുത്തി നമുക്ക് ആ ഒരു പൈതൃകം അത് അതേപടി നമ്മൾ സൂക്ഷിക്കുകയാണ് എന്നുള്ളതാണ്. രാഗി, മറ്റൊരു കാര്യം എന്താണെന്ന് അറിയാവോ? ഈ രാമായണം പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, ജീവിതത്തിൽ ക്ഷമ അത് എത്രത്തോളം വേണമെന്ന്. കാരണം രാമൻ വനവാസത്തിലും സീത അശോകവനത്തിലും കാണിച്ച ക്ഷമ അത് നമുക്ക് എപ്പോഴും പാഠമാക്കാവുന്നതാണ് കേട്ടോ. ആ ക്ഷമയുടെ ശക്തി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് പ്രതിസന്ധികൾ ഇങ്ങനെ നമ്മളെ വിടാതെ വേട്ടയാടും അല്ലെ? ആ സമയങ്ങളിലെല്ലാം തന്നെ ക്ഷമ മുറുകെ പിടിച്ച് നമ്മൾ ധർമ്മത്തിനൊപ്പമാണ് എങ്കിൽ ആ ധർമ്മം നമുക്കൊപ്പം വിജയം കൊണ്ടുവരും അല്ലെ? ആ വിജയം കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് രാമായണവും നമ്മെ പഠിപ്പിക്കുന്നത്. ശരി രാഗി, നമ്മൾ ആമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നു ഈ കർക്കിടക മാസം പഞ്ഞമാസം എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ അതിനെ രാമായണ മാസമാക്കി മാറ്റിയതിൽ ഇവിടുത്തെ ഒരു സംഘടന പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ സ്വയം സേവക സംഘം. അതെ പ്രേക്ഷകരെ, നമുക്കറിയാം ഈ കർക്കിടകം നമ്മുടെ പൈതൃകവുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ അതിലൊക്കെ ഉപരി ഇത് പഞ്ഞമാസം എന്ന് കരുതി ഒരുപാട് പേർ കർക്കിടകമാണോ പഞ്ഞമാസമാണല്ലോ ഇനി അസുഖം വരുന്ന കാലമാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ വിഭാഗം ഈ മാസത്തെ ഒറ്റപ്പെടുത്തിയപ്പോൾ രാമായണം എത്രത്തോളം ജീവിതത്തിൽ നമ്മൾ ഹൃദയസ്ഥമാക്കണമെന്നും, രാമായണം കർക്കിടക മാസത്തിന് മറ്റൊരു നല്ല വശമുണ്ട്, വളരെ വലിയ പോസിറ്റീവായ വശമുണ്ട്. ആ സന്ദേശം നമ്മളിലേക്ക് എല്ലാവരിലേക്കും എത്തിച്ചതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച സംഘമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. പ്രേക്ഷകരെ, നമ്മുടെ അനഘ ഹർഷൻ ഇതിനെപ്പറ്റി നമ്മൾ പറയുന്നതിനെക്കാട്ടിയും നല്ലത് അനഘ ഹർഷൻ വ്യക്തമായി പഠിച്ച ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്, അത് കാണാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. മലയാളി പഞ്ഞമാസമെന്നും കഷ്ടമാസമെന്നും ഒക്കെ വിശേഷിപ്പിച്ച കർക്കിടകത്തെ രാമായണ മാസമെന്ന് തിരുത്തിയെഴുതിയതിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം വഹിച്ച പങ്ക് ചെറുതല്ല. കർക്കിടക മാസത്തിലെ രാമായണ പാരായണം കേരളത്തിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആത്മീയ പാരമ്പര്യമാണെങ്കിലും രാമായണ മാസാചരണം എന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് രാഷ്ട്രീയ സ്വയം സേവക സംഘമായിരുന്നു. കേരളത്തിലെ RSSന്റെ ദൈഷ്ണിക നേതൃത്വം വഹിച്ചിരുന്ന സ്വർഗീയ P പരമേശ്വർജിയും മാധവ്ജിയുമാണ് രാമായണ മാസാചരണം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. 1982 നടന്ന വിശാല ഹിന്ദു സമ്മേളനത്തിൽ രാമായണ മാസാചരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു. 1982 എറണാകുളത്ത് വെച്ച് നടന്ന വിശാല ഹിന്ദു സമ്മേളനം, ആ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിനിധി സംഗമത്തിൽ സ്വർഗീയ P പരമേശ്വർജിയും സ്വർഗീയ മാധവജിയുമൊക്കെ സാമൂഹ്യ പരിഷ്കരണത്തിന്, ഹിന്ദു നവോത്ഥാനത്തിന് ഹിന്ദുക്കൾ നാം ഒന്നാണേ എന്ന് പാടിയതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് പ്രവൃത്തിയിൽ വരുത്തുവാൻ ഏറ്റവും ഉചിതമായ മാർഗം മലയാള ഭാഷയുടെ പിതാവ് ആയ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തെ പുനരാനയിക്കുകയാണ്. കർക്കിടക മാസത്തിൽ രാമായണ പാരായണം ഉണ്ടായിരുന്നുവെങ്കിലും അത് നാമമാത്രമായി നാമാവശേഷമാകുന്ന തരത്തിലേക്ക് എത്തിപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് അതിനൊരു സാമൂഹ്യ മാനം കൊടുത്തുകൊണ്ട് രാമായണ മാസമായി കർക്കിടക മാസത്തെ പ്രഖ്യാപിക്കുന്നത്. ഓരോ വർഷം കഴിയും തോറും രാമായണ മാസാചരണം കൂടുതൽ വ്യാപകമായി. രാമബാണം ഭയന്നോടിയ മാരീചൻ പിന്നീട് രാമഭക്തനായ പോലെ ആദ്യം രാമായണ മാസത്തെ എതിർത്തവരും വിമർശിച്ചവരും രാമായണത്തിന്റെ വ്യാഖ്യാതാക്കളാകാൻ തുടങ്ങി. രാമായണ മാസത്തെ വിമർശിച്ച് ലേഖനമെഴുതിയ പത്രങ്ങൾ ഇപ്പോൾ 30 ദിവസവും രാമായണസാരം മുടങ്ങാതെ വായനക്കാരിൽ എത്തിക്കുന്നവരായി മാറി. സമൂഹത്തിൽ കാണുന്ന തിന്മകൾക്ക് മൂല്യാധിഷ്ഠിത ജീവിതമെന്ന ഔഷധമാണ് രാമായണത്തിന് നൽകാനുള്ളത്. കാലത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് രാമായണത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളണമെന്ന വിശാല ഹിന്ദു സമ്മേളനത്തിന്റെ 1982 ആഹ്വാനത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. ശ്രീരാമ രാമ രാമ
സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ജനം, കോഴിക്കോട്. രാഗി, ഈ രാമായണത്തിൽ ഈ സഹോദര സ്നേഹത്തെ പറ്റി, ഭാര്യ ഭർത്തൃ വിശ്വസ്തതയെ പറ്റി, അല്ലെങ്കിൽ പിതൃസ്നേഹത്തെ പറ്റി, അങ്ങനെ എല്ലാ ഗുരുഭക്തി, ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ഇതിഹാസം കൂടിയാണ് രാമായണം എന്ന് പറയുന്നത്.